ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രാർത്ഥന പ്രകാശ്. അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നൊരു എമർജിങ് വൈക്കത്തിൻ്റെ അവാർഡ് മേടിക്കാൻ പോവാണ് ഗൈസ്. ആദ്യം നമുക്ക് മുഖം കഴുകാം ഗൈസ്. ഞാൻ കുളിച്ച് കഴിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കുകയാണ് ഗൈസ്. ചേച്ചി കളിച്ചു ഞാൻ ചോറ് കഴിച്ചില്ല ഗൈസ്. ചേച്ചിയുടെ ഡ്രസ്സാണ് ഇത്. വേണ്ടി ചോറ് കഴിക്കണ സമയമില്ല ഗൈസ്. വേഗം ഞാൻ അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. ഇല്ല കേസ്, ഞാൻ സംസാരിക്കില്ല കാരണം എനിക്ക് സമയമില്ല. ഇതാണ് ഇടാൻ പോകുന്ന ഡ്രസ്. അപ്പം ഞാൻ ഇതിട്ടിട്ട് വരാം. ഇതാണ് ഫൈനൽ. 5-6 ഡ്രസ്സ് ഇട്ട് ഗൈസ്. ഇതിൽ റോസിൽ പിന്നെ ഉദിക്കില്ല ചേച്ചിയുടെ ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആ ഡ്രസ്സ് ഇടുന്നതാണ്, പക്ഷെ ഞാൻ മാറ്റി ഗൈസ്. വന്നിട്ടുണ്ട് ഗൈസ്. എന്നാ അപ്പൊ അമ്മച്ചി വൈക്കത്ത് ബാങ്കിലായോണ്ട് നമുക്ക് ബൈക്കത്ത് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അമ്മേനെ എടുത്തോണ്ട് വരാം ഗൈസ്. പിക്ക് ചെയ്യാം ഗൈസ്. എന്നിട്ട് കാറി കയറ്റാം ഗൈസ്. ആണോ ചേ? കണ്ടോ കയറ്റിക്കൊണ്ട് പോകണം. എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. അതെ, ചേച്ചിയാന്നേ ഉള്ളൂ, ഒന്നും അറിയത്തില്ല. അച്ഛ പറഞ്ഞു ചേച്ചിയാണോ അവൾക്കൊന്നും അറിയത്തില്ല. നമ്മളെല്ലാം പറഞ്ഞു ഇവിടെ അങ്ങനെയാണ് അവള് അവളുടെ ഈ വീട്ടിൽ ഏറ്റവും പാവം ഞാൻ. അത് എനിക്ക് പേടിയാവുന്നു. എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക്
ശ്രദ്ധിക്കേണ്ട ഇടയ്ക്ക് അങ്ങനെ ഉള്ളതാണ്. അല്ലേ ചേച്ചി? ചേച്ചിക്ക് കുഞ്ഞുട്ടിനെ പറ്റി എന്താ ഒരു വേട് പറ. നല്ല കാര്യം പറ ചേച്ചി. ഫുഡൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ രാവിലെ കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഫുഡ് നല്ല മെച്ചമുണ്ടാവും. അച്ഛനെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോ കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ് അതിലങ്ങ് ഒതുങ്ങി. കൈയുടെ വിരല് കാണണം, മാറ്റിപ്പിടി. വീഡിയോ ഓണാന്ന് വിചാരിച്ച എന്തൊക്കെയോ പൊലമിക്കൊണ്ടിരുന്നത്. വീഡിയോ ഓണല്ലായിരുന്നു. ചേച്ചി അത് കണ്ടിട്ട് ചേച്ചി എന്നെ പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് എമർജിങ്കാര് ഒരു മൊമെന്റ് വരുന്നുണ്ട്. ഒരു സമ്മാനം സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയ വിവിധ മികവ് തെളിയിച്ച കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന, അവാർഡ് കൊടുക്കുന്ന ഒരു വേദിയാണ്, വലിയൊരു വേദിയാണ്. സാംസ്കാരിക രജിസ്ട്രേഷൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ മുനിയൻ വാസവൻ അവരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അച്ഛയുടെ പ്രസംഗം പിന്നെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇതൊരു നല്ല കാര്യമാണ് ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നത്. കാരണം പിള്ളേർക്ക് നല്ല സന്തോഷമാവും, അവാർഡൊക്കെ മേടിക്കാൻ പറ്റും. എനിക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടോ? പക്ഷെ എനിക്കൊന്നും ഇങ്ങനെ അറിയത്തില്ല ഇങ്ങനെ പറയാൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈക്കുകാർ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. കാരണം എനിക്ക് കിട്ടിയപ്പോൾ ഇതുവരെ ആരും ചെയ്തില്ല. ചേച്ചി പണങ്ങിയിരിക്കുക ഗൈസ്. ചേച്ചി കുറെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അച്ചപ്പി കയറി. ഓ ചേച്ചി സൺ കിസ്ഡ്. സൺ കിസ്ഡ് ഗൈസ്, സൺ കിസ്ഡ്. ഞാൻ ചോദിക്കാൻ എന്താണ് ഈ മൊമെന്റിൽ ഫീൽ ചെയ്യുന്നത്? എനിക്ക് ടെൻഷനുണ്ട്, സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്ര കഴിവായ ഒരു കൊച്ചിന് എന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷവും അഭിമാനവും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പേടിയാവുന്നു. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കണോ? ഞാൻ ഭയങ്കര പേടിച്ച പിന്നെ വൈബാകുന്നു. അങ്ങനെ അതെങ്ങനെ റീസൺ പറ. പേടിച്ചിട്ടൊരു കളില്ലേ, ഫുള്ള് ചിരിച്ചോണ്ട് കളിച്ചോണ്ടിരിക്കും. എത്ര മനസ്സിലാകുമ്പോ സ്റ്റേജ് ഫുൾ അലമ്പാതി. ഇങ്ങനെ എന്നെ ഇന്റർവ്യൂ എടുക്കണം. പേരെന്താണ്? പ്രാർത്ഥന. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? വൈക്കത്തേക്ക് പോകുന്നത്. ഈ റോഡിലൂടെ നമുക്ക് പോയിട്ടുണ്ടോ? വൈക്കത്തേക്കുള്ള റോഡിലൂടെ പോയിട്ടുണ്ടോ? എപ്പോഴൊക്കെ എവിടെയൊക്കെ പാസിനായിട്ട് പോയിട്ടുണ്ടോ? എന്തിനാ പോയിട്ടില്ലേ? സ്കൂളിലാണോ? ആയി, അതൊരു പുതിയ അറിവാണല്ലോ. ഈ വിളിക്കണം സ്കൂളും, ഈ വിളിക്കണം പ്രാർത്ഥന സ്കൂളും. ആ സ്കൂളിന്റെ പേരെന്താന്ന് പറഞ്ഞാല് തലപ്പിന്റെ നമ്മുടെ വൈക്കം മുതുകേശ്വരന്റെ കലാപമാണോ? ആയി, വൈക്കം മുതുകേശ്വർ അറിയാവോ? അറിയാം. എന്താണ് വൈക്കം മുതുകേശ്വർ? എനിക്ക് പേടിയാവുന്നു ഗൈസ്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. അവിടെ വെച്ച് കാണാവേ. ഹായ് കൊടുക്കാമോ? ഹായ് കൊടുക്കും. പക്ഷെ അമ്മ പറഞ്ഞത് നീ അത് വെക്കരുത്. കണ്ടോ? ഇതാണ് ഇവിടുത്തെ പ്രകൃതി. രാവിലെ ഒന്നും എഴുന്നേക്കാം, രാത്രി 12-1 മണിയായിട്ട് ഉറങ്ങി. കള്ളത്തരം. എന്റെ അമ്മ ഭയങ്കര കള്ളത്തരം പറയുന്ന ഒരാളാണ്. ഇവിടെ പാട്ടിട്ട് ഇവിടെ പാട്ടിട്ടു. പരിപാടികൾ സംഘടിപ്പിച്ചു. നാളിതുവരെ വൈക്കം മണ്ഡലത്തിൽ സജീവമായി എമർജിംഗ് വൈക്കം നിലകൊണ്ടുവരുന്നു. ജാതി മത
കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വൈക്കത്തെ സുമനസുകളുടെ ഈ കൂട്ടായ്മ ആയതിന്റെ വളരെയധികം സന്തോഷം. ഞാൻ വൈക്കത്താണ് ജൂൺ എന്ന പടം ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊരു ബ്രേക്ക് കിട്ടിയ പടമായിരുന്നു എനിക്ക്. അപ്പോൾ വൈക്കമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട്, കുറേ കൂട്ടുകാരുണ്ട്. പിന്നെ ഏജോ ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലയോലപ്പറമ്പിൽ നിന്ന് പ്രാർത്ഥന പ്രകാശ് കുച്ചിപ്പുടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എ ഗ്രേഡ് നേടിയ വ്യക്തിയാണ്. കൂടാതെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് കൂടിയാണ്. കുച്ചിപ്പുടി വേഷത്തിൽ മനസ്സിലായോ എന്നുള്ളൊരു ഗാനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് പ്രാർത്ഥന പ്രകാശ്. അടുത്ത കായിക പ്രതിഭ വീണ എസ്, ഫുട്ബോൾ, അത്ലറ്റിക്സ്. ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ, ആർക്കും ഒരാപത്തും ഈശ്വരൻ വരാതിരിക്കട്ടെ. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞിപ്പോ ഇവിടെ ഗസൽ തുടങ്ങാൻ പോവാണ്. നമ്മളെ എൻ്റെ അമ്മ എന്നെ മുട്ട ബജി കഴിക്കാൻ സമ്മതിച്ചില്ല. ചിരി കണ്ടിരുന്നിട്ട് അതെ, പോകുന്ന വഴിക്ക് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞത് മാത്രമാണ് കഴിക്കാൻ തന്നത്. ഞാനിപ്പോ ഓൾറെഡി എല്ലാ കടയിലും കയറി കഴിച്ചു. പരിപാടി കഴിഞ്ഞില്ല, ഗസൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ പോകുന്നത്. ഇത്ര നേരമായി നമ്മൾ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ നേരത്തെ ഇവിടെ വന്നിരുന്നായിരുന്നു. ഒത്തിരി ക്ഷീണമായി, ഉറക്കോ ക്ഷീണമായി. പിന്നെ ചേച്ചിക്ക് നാളത്തേന് എക്സാമാണ്. ചേച്ചി പഠിച്ചിട്ടില്ല, അപ്പോൾ ചേച്ചിക്ക് പഠിക്കാനും. അപ്പോഴത്തേക്ക് പിന്നെ മടുത്തു പോയി ഗൈസ്. കുറേ നേരം അവിടെ ഇരുന്നിരുന്ന് മടുപ്പുണ്ട്, പിന്നെ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ കറി കയറി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ കയറുന്ന മുമ്പ് കടയിൽ കയറുന്നുണ്ടല്ലേ കഴിക്കാൻ. കടയിൽ കയറുന്നുണ്ട്. നമ്മളൊരു ഫ്രൈഡ് സാൻഡ്വിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കടയാണ്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ് ഗൈസ്. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഞാൻ സോഡലേമ വാങ്ങുന്നതിന് വരെ ഇവരെ പ്രശ്നമാണ് ഗൈസ്. എന്നെ കൊണ്ട് ഒന്നും മേടിക്കാൻ സമയത്തില്ല. എപ്പോൾ കയറിയ സോഡാലയം അവളുടെ പേര് തന്നെ സോഡാലയം. അതുകൊണ്ട് കടയൊന്നുമില്ല, അവിടെ വിളിക്കുന്ന സോഡാലയെന്നാണ്. സോഡാലയം നോക്കുകയാണ്. അപ്പോൾ അത് ചീത്തയാണ്. അയാൾ മുന്നിൽ കഴിക്കുന്ന സ്ഥിരം കഴിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കഴിക്കണം. അതാണ് പറയുന്നത്. സംഭവിക്കുന്നത് ഞാനിവിടെ എന്ത് മേടിച്ചാലും ചീത്തയാണ്.
ചേച്ചി ഞങ്ങളിപ്പോൾ ഗസ്റ്റിൽ കേൾക്കാൻ കുറച്ച് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ അവൾക്ക് പരീക്ഷ ഭയങ്കര കരച്ചിൽ, ഒത്തിരി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പകുതി കൊണ്ട് ഒരു പാട്ട് മാത്രമേ കേട്ടുള്ളൂ. കേൾക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, കേൾക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അറിയുന്നതുകൊണ്ട് എനിക്കിത് ശരിയല്ലോ. അപ്പം അവളുടെ ആ ഒരു ആഗ്രഹം മാനിച്ച് ഞങ്ങൾ പകുതി കൊണ്ട് നിർത്തി പോകുന്നു. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. കരഞ്ഞ് കണ്ണീര് ബാക്കിയില്ല, ഭയങ്കര കരച്ചിലാണ്. അവൾക്ക് ഒരുപാട് പഠിക്കാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ അവൾക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഗെയ്സ് ഓക്കെ അച്ഛൻ പറഞ്ഞ കേട്ടോ, ഇവിടെ പറയുന്നൊക്കെ സംഭവിക്കുന്നൊക്കെ കാണുന്നുണ്ട് അച്ഛൻ. അച്ഛൻ ഇങ്ങനെ ഫോണിൽ കണ്ടോണ്ടിരുന്നോ കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇത് അവർ തന്നൊരു ഗിഫ്റ്റാണ് ഗൈസ്. നമുക്ക് നോക്കാം എന്താണ് മാത്രം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നോളം വരെ